പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ മാപ്സിലും ഗൂഗിൾ എർത്തിലും വന്നിട്ടുള്ള സ്ട്രീറ്റ് വ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ മാപ്സിലുള്ള സ്ട്രീറ്റ് വ്യൂ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഞാനപ്പോൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഒരു ഡെസ്റ്റിനേഷൻ ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കാം. മാപ്പ് ടൈപ്പ് നമ്മൾ സാറ്റലൈറ്റ് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സെലക്ട് ആക്കിയിട്ടുള്ള ആ ഡെസ്റ്റിനേഷൻ്റെ ഭാഗത്തോട്ട് വരിക. അപ്പോൾ നമുക്ക് ഡെസ്റ്റിനേഷൻ്റെ മുകളിലായിട്ട് ഒരു റെഡ് ഐക്കൺ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഏത് ഡെസ്റ്റിനേഷനാണോ ആ ഡെസ്റ്റിനേഷൻ്റെ പേരും അതേപോലെ തന്നെ അതിൻ്റെ ഫോട്ടോസ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളെല്ലാം അടിഭാഗത്തായിട്ട് കാണാം. അതിന് മുകളിലായിട്ട് ഒരു ചെറിയ വിൻഡോ പോലെ സംഭവം കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രീറ്റ് വ്യൂ ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ സ്ട്രീറ്റ് വ്യൂ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഡെസ്റ്റിനേഷൻ്റെ സ്ട്രീറ്റ് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള എല്ലാ ഇപ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സുകളാണെങ്കിൽ അങ്ങനെ ഫുഡ് സ്പോട്ടുകളാണെങ്കിൽ ആ രീതിയിൽ അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഓരോ ഷോപ്പിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാനും ബാക്കോട്ട് വരാനും ഒക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രീറ്റ് വ്യൂ നടത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ സ്ട്രീറ്റ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിലൂടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഡെസ്റ്റിനേഷന് ചുറ്റുമുള്ള ഭാഗങ്ങൾ നമുക്ക് നമ്മൾ വെർച്വലായിട്ട് കാണാനായിട്ട് സാധിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനുഷ്യന്മാർ ട്രാവൽ ചെയ്യുന്നത് അതേപോലെ തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നതൊക്കെ കാണാം. പക്ഷേ അതിൻ്റെ എല്ലാം ഫേസുകൾ ബ്ലറാക്കിയിട്ടും അതേപോലെ തന്നെ നമ്പർ പ്ലേറ്റുകളെല്ലാം ഹൈഡാക്കിയിട്ടായിരിക്കും ഇതിൽ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ സ്ട്രീറ്റ് വ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഇതാണ്. ഈ രീതിയിൽ നമുക്ക് വെർച്വലായിട്ട് നമുക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യാനും നമ്മൾ എത്തേണ്ട സ്പോട്ടിനെ കുറിച്ച് നേരത്തെ ഒരു അവബോധം ഉണ്ടാക്കാനൊക്കെ ഈ ഗൂഗിൾ സ്ട്രീറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. ഇതേപോലെ നമുക്ക് മുകളിലത്തെ ഇൻ്റർഫേസിൽ സ്ട്രീറ്റ് വ്യൂ കാണാൻ സാധിക്കുകയും അടിഭാഗത്തായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഡെസ്റ്റിനേഷനിലോട്ട് പോകേണ്ട റൂട്ട് കാര്യങ്ങളെല്ലാം കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ വെർച്വലായിട്ട് സഞ്ചരിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഈ ഗൂഗിൾ സ്ട്രീറ്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നതിനനുസരിച്ച് അടിഭാഗത്ത് വന്നിട്ടുള്ള ആ മാപ്പിലും നമ്മുടെ ഡെസ്റ്റിനേഷൻ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഗൂഗിൾ മാപ്സിൽ ഈ ഗൂഗിളിൻ്റെ സ്ട്രീറ്റ് വ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഗൂഗിൾ എർത്തിൽ നമുക്ക് ഇതേപോലെ തന്നെ ഗൂഗിൾ സ്ട്രീറ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഗൂഗിൾ എർത്ത് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ആക്കുക. അപ്പോൾ ഗൂഗിൾ എർത്തിൽ നമുക്ക് ഒരു സ്ഥലം സെർച്ച് ചെയ്തിട്ട് ആ സ്ഥലത്തോട്ട് വെർച്വലായിട്ട് നമുക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അല്ലാതെ നമുക്ക് ഒരു ഡെസ്റ്റിനേഷൻ വെച്ച് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു സ്ഥലം ഇവിടെ നിന്ന് സെലക്ട് ആക്കുന്നുണ്ട്. നമുക്ക് കാണേണ്ട ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂവിലൂടെ കാണേണ്ട സ്ഥലം അവിടെ എൻ്റർ ആക്കി കൊടുക്കുക. അതിനുശേഷം ആ സ്ഥലത്തേക്ക് നമ്മൾ സൂം ആക്കുക. ഏത് പ്ലേസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് ആ പ്ലേസ് നിങ്ങൾ സൂം ചെയ്യുക. അതിനുശേഷം സൈഡിലായിട്ട് ഒരു മാൻ്റെ ഐക്കൺ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് അതിലുള്ള എല്ലാ റൂട്ട് കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ആ റൂട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ റൂട്ടിലൂടെയൊക്കെയുള്ള വഴികളാണ് നമുക്ക് ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ ഉപയോഗിച്ചുകൊണ്ട് കാണാൻ സാധിക്കുന്നത്. ആ വഴിയൊക്കെയാണ് ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂവിൻ്റെ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ വിഷ്വലുകളൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം നമുക്ക് 3D ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ 3D എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 3D ലഭിക്കും. ഇനി 2D ആണ് വേണ്ടത് എന്നുള്ളതിൽ 2D എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ 3D ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലോഡിങ് സ്ട്രീറ്റ് വ്യൂ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം കുറച്ച് നേരം ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ സ്ട്രീറ്റ് വ്യൂ തെളിഞ്ഞു വരുന്നതാണ്. അപ്പോൾ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ നീല വരകളിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രൂപത്തിൽ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ കാണാൻ സാധിക്കുന്നതാണ്. ഈ രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനും ബാക്കോട്ട് പോകാനും ജംഗ്ഷനുകളിൽ എത്തുമ്പോൾ റൈറ്റും ലെഫ്റ്റും ഒക്കെ പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ ഉപകാരപ്പെട്ടുള്ളൊരു അടിപൊളി ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നുകൊണ്ടും ഇങ്ങനെ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ ഉപയോഗിച്ചുകൊണ്ട് വെർച്വലായിട്ട് സഞ്ചരിക്കാനും അവിടുത്തെ കാര്യങ്ങളും ദൃശ്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിനൊരു പരിമിതി
പരിമിതിയുണ്ട്. നമുക്ക് എല്ലാ ഉള്ളേരിയകളിലോട്ടൊന്നും ചെല്ലാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂവിൻ്റെ വാഹനങ്ങൾ കടന്നു പോയിരിക്കുന്ന ഭാഗങ്ങളാണ് നമുക്ക് ഇതിലൂടെ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. തുടർന്ന് ചിലപ്പോൾ അപ്ഡേഷനിലൂടെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയേക്കാം. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിപ്പോൾ നിലവിൽ നിൽക്കുന്ന സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അവിടെ യുവർ ലൊക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം ആ മാൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് നീല കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം. മിക്കവാറും റോഡുകളിലൂടെയാണ് ഈ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ റോഡിനോട് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ ഉപയോഗിച്ചുകൊണ്ട് സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഡബിൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ലോഡിംഗ് സ്ട്രീറ്റ് വ്യൂ എന്ന് എഴുതി കാണിക്കും. അതിനുശേഷം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെയും സ്ട്രീറ്റ് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് ഈ രൂപത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ കറൻ്റ്ലി നിൽക്കുന്ന സ്ഥലത്തിനോട് തൊട്ടടുത്തുള്ള ഭാഗങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ ആ ഭാഗത്തോട്ടുള്ള സ്ട്രീറ്റ് വ്യൂ ഒന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ അതൊന്നും കാണാൻ പറ്റില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഏറെക്കുറെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ ഉപയോഗിക്കാം. അപ്പോൾ ഈ രൂപത്തിലാണ് ഗൂഗിൾ എർത്ത് ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ ഉപയോഗിക്കുന്നത്. വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.